ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ CM കൾച്ചറൽ അസോസിയേഷൻ നമ്മുടെ വീടിന് അടുത്തുള്ള ഒരു അസോസിയേഷനാണ് കേട്ടോ. ഇത് ഭിന്നശേഷിയായിട്ടുള്ള കുട്ടികളൊക്കെ സംരക്ഷിക്കുന്ന ഒരു കേന്ദ്രം. നമ്മൾ അവിടേക്ക് പോവുകയാണ് കേട്ടോ. ഈ വീഡിയോയിലും ഞാൻ പറയുന്നതായിട്ട് രണ്ടും രണ്ടായിരിക്കും. കാരണം എൻ്റെ ഈ വീഡിയോത്തെ വോയിസ് ക്ലിപ്പ് പോയി, അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം. ഇടത് കൈ കൊടുക്കുന്നത് വലത് കൈ അറിയരുതെന്നാണ് പറയുക. പക്ഷേ എൻ്റെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഇൻസ്പിറേഷൻ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് എൻ്റെ മൂത്തമ്മ അവിടേക്ക് ഒരു നെയ്യത്ത് വെച്ചിട്ട് നമ്മൾ അവിടേക്ക് കുറച്ച് അരി കൊടുക്കാമെന്ന് ദുആ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുക്കാനാണ് വേണ്ടിയാണ് കേട്ടോ പോണത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കും കൂടി ഇത് കാണിച്ചു തരാം. അപ്പോൾ അവർ എന്നെ കാത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാറിൽ കയറി ഞങ്ങളത് അവിടെ എത്തിട്ടോ. അപ്പോൾ നമ്മൾ കയറി പോവുകയാണ്. കയറി പോകുമ്പോൾ തന്നെ അവർ കുറച്ച് പേര് അവിടെ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. കുറച്ച് പേര് നിസ്കരിക്കുന്നുണ്ട്. അസർ നിസ്കരിക്കുന്ന ടൈമായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും നിസ്കരിക്കുകയായിരുന്നു. കുറച്ച് പേര് നിസ്കരിച്ച് കഴിഞ്ഞിട്ട് പുറത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ കൂടുതലും ഒരു 50 ആൾക്കാരുടെ ഉള്ളിൽ ആൾക്കാരുണ്ട്. നമ്മൾ എത്രയൊക്കെയോ നമ്മുടെ ആവശ്യങ്ങൾക്കും ആവശ്യമില്ലാത്തതിനൊക്കെ നമ്മൾ ചിലവാക്കുന്നുണ്ടല്ലേ. ഒരു നേരത്തെ ഭക്ഷണം ഇവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്തായാലും അതിൻ്റേതായിട്ടുള്ള കൂലി അള്ളാൻ്റെ നിന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇടാം. അങ്ങനെ നമ്മൾ നേരെ പോയത് ഓഫീസ് റൂമിലേക്കാണ് കേട്ടോ. ഇതാ കയറി പോകണമാണ് ഓഫീസ് റൂം. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടാണ് പോയത്. അവിടെ പോയപ്പോൾ ഒരു ഉസ്താദ് ഇരിക്കണു. അപ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങളും നമ്മൾ എന്ത് കൊണ്ടുവന്ന് എന്തിന് ദുആ ചെയ്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ നമുക്ക് അവർ റെസിപ്റ്റ് തന്നു കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ ഇൻഷാ അല്ലാഹ് അവർക്ക് ഭക്ഷണം കൊടുക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അത് ചോദിച്ചപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തന്നു. പിന്നെ നമ്മുടെ പേരും സംഭവങ്ങളൊക്കെ അവർ എഴുതിയെടുത്തു. അപ്പോൾ വേറൊരു ഫാമിലിയും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ വൈകുന്നേരത്തെ ചായ അവരിൻ്റെ വകയാണെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ഈ ഇവരൊക്കെ നമ്മളോട് എന്താ പേരെന്ന് അസ്സലാമു അലൈക്കും സലാമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരിൻ്റെയൊക്കെ എത്രയും പെട്ടെന്ന് മാറ്റി കൊടുക്കട്ടെ അല്ലാഹ്. നമുക്ക് ദുആ ചെയ്യുക. പിന്നെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ഒരു പ്രത്യേക ദുആ ഏർപ്പാടാക്കിയിട്ടുണ്ട് കേട്ടോ. അവരിനെയൊക്കെ ഒരു ഭാഗത്ത് പിടിച്ചിരുത്തിയിട്ട് നമുക്ക് വേണ്ടി പ്രത്യേക ദുആ അവിടെ ഉണ്ടാവും. അങ്ങനെ ഞങ്ങളും ഉണ്ടായിരുന്നു, വേറെ ഫാമിലി ഉണ്ടായിരുന്നു. അങ്ങനെ രണ്ടാൾക്ക് വേണ്ടിയിട്ടും അവരിൻ്റെ എല്ലാവരിനെയും ഇരുത്തിയിട്ട് ഒരു ഉസ്താദ് പ്രത്യേക ഒരു ദുആ ഒക്കെ നല്ല രീതിയിൽ മാഷാ അല്ലാഹ് നല്ല രീതിയിൽ തന്നെ നല്ല ദുആ ചെയ്തു. അങ്ങനത്തെ ദുആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവരെല്ലാവരും പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് സ്വീറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഉസ്താദിൻ്റെ അടുത്ത് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ച് അവർ നമ്മുടെ അടുത്തൊക്കെ അസ്സലാമു അലൈക്കും സലാമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമുക്കിത് അവിടെ നിന്ന് തന്നൊരു റെസിപ്റ്റാണ് കേട്ടോ. അവരുടെ ഭക്ഷണമൊക്കെ നമുക്ക് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതാണ് അവൻ്റെ ചിലവ്. നമ്മൾ വേണമെങ്കിൽ വെച്ച് കൊണ്ടുപോയി കൊടുക്കാം, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ പൈസ കൊടുത്താലും അവരതുപോലെ ചെയ്യും. നമുക്ക് പ്രത്യേക ദുആ കാര്യങ്ങളെല്ലാം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് അവരുടെ കാണുന്ന നമ്പർ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻസ്പയർഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 രൂപയെങ്കിൽ 1 രൂപ നിങ്ങൾക്ക് അവിടെ കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പർ വിളിച്ചിട്ട് അറിയിക്കുക, അല്ലെങ്കിൽ അവിടേക്ക് പോവുക, എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവരിനെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു കേട്ടോ. അങ്ങനെ അവർക്ക് ചായ എന്തൊക്കെ വെച്ച് കൊടുത്തു. അങ്ങനെ അവർ ഇറങ്ങി. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,